അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു കസ്റ്റമറുടെ വീട്ടിൽ വന്നതാണ്. അവിടെ നോ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ടി വിയിൽ ഇപ്പോൾ ബോക്സ് ഓഫാണ്, അതുകൊണ്ട് തന്നെ നോ സിഗ്നലാണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. അവർ പറഞ്ഞു ബോക്സ് ഓൺ ആക്കിയതിന് ശേഷം അതുപോലെ തന്നെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു നമ്പർ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ബോക്സ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ബോക്സ് ഓൺ ആക്കിയപ്പോൾ ഈ 50-32 നോ സർവീസ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പം ഈ കംപ്ലയിൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിഗ്നൽ ബോക്സിലോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ മീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ബോക്സിൽ നിന്ന് വരുന്ന കേബിൾ ഒന്ന് മീറ്ററിൽ കണക്റ്റ് ആക്കി നോക്കാം. ഇപ്പോൾ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ സിഗ്നൽ വരുന്നുണ്ട്. അപ്പോൾ മീറ്ററിൽ സിഗ്നലും കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേബിൾ ഡിഷിൻ്റെ ഭാഗത്ത് നിന്ന് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ബോക്സിലോട്ട് സിഗ്നൽ വരാത്ത ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. കേബിൾ ഇനി കേബിൾ ഒന്നും കൂടി ബോക്സിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒന്ന് നോക്കാം സിഗ്നൽ വരുന്നുണ്ടോ എന്ന്. എന്തായാലും മീറ്ററിൽ സിഗ്നലും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി ബോക്സിൽ സിഗ്നൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ മീറ്റർ ബോക്സിലേക്ക് കണക്ട് ചെയ്തു. ബോക്സ് ഒന്ന് റീസെറ്റ് ചെയ്തു. പ്രോഗ്രസും സ്ട്രെങ്ത്തും 0 ആണ് കാണിക്കുന്നത്. വീണ്ടും ഈ 50-32 നോ സർവീസ് അവൈലബിൾ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബോക്സിൽ സൗണ്ടും കാര്യങ്ങളും മാത്രം മാറുന്നുള്ളൂ, ചാനലും കാര്യങ്ങളൊന്നും മാറുന്നില്ല. ബോക്സിൽ അപ്പം ബോക്സിൻ്റെ കുഴപ്പം തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഈ 50- നോ സർവീസ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബോക്സിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഇതാണ് ബോക്സ്. ഇത് പഴയ ടൈപ്പ് ബോക്സാണ്. അപ്പോൾ നമുക്ക് പുതിയ ബോക്സ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതായത് ബോക്സിലേക്ക് സിഗ്നൽ വരാത്ത ഇഷ്യൂ ആണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പുതിയ ബോക്സാണ് ഈ ബോക്സ്. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ ബോക്സാണ് വരുന്നത്, HD ബോക്സാണ്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് അതിലേക്ക് കണക്ട് ചെയ്തിട്ട് സിഗ്നൽ കാര്യങ്ങൾ വരുന്നുണ്ടോ ചെക്ക് ചെയ്യാം. എന്തായാലും ബോക്സിൻ്റെ കുഴപ്പം കൊണ്ടാണ് ആ ഒരു മൈനസ്, അതായത് ആ എറർ നമ്പർ കാണിക്കുന്നത്. ഇപ്പോൾ അഡാപ്റ്റർ ഉണ്ട്, കേബിൾ HDMI കേബിൾ ഉണ്ട്, ബാറ്ററി ഉണ്ട്, റിമോട്ട് ഉണ്ട്. ഇതിങ്ങനെയാണ് സെറ്റായിട്ടാണ് ബോക്സ് വരുന്നത്. ബോക്സ് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ബോക്സിലേക്ക് സിഗ്നൽ കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇതാണ് പുതിയ ടൈപ്പ് ലാറ്റസ്റ്റ് ബോക്സാണ് വരുന്നത്. ഈ ബോക്സിലാണ് ഇപ്പം ഞാൻ ഇവിടെ ബോക്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് TV ഓൺ ആക്കുകയാണ്. ഇതാണ് ബോക്സ് വരുന്നത്. ബോക്സ് കണക്ട് ചെയ്തു, അത് ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ ബോക്സിൽ നോ സിഗ്നൽ കാണിക്കുന്നു. അതായത് വേറെ ഒന്നും കൊണ്ടല്ല, പഴയ ബോക്സ് 3 പിന്നായി കോഡ് വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ HDMI 1 HDMI 2 മാറ്റി കൊടുക്കുകയാണ്. അപ്പം അത് ഇത് HDMI കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ നോ സിഗ്നൽ കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ TVയുടെ റിമോട്ടിൽ സോഴ്സ് എന്ന ബട്ടൺ നിൽക്കുക, അതിൽ HDMI AV1 ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഞാൻ ബോക്സിലോട്ട് മാറ്റുന്നത്. ഇപ്പം ഇവിടെ നമുക്ക് സോഴ്സിൻ്റെ ബട്ടൺ നിൽക്കുമ്പോൾ തന്നെ കാണാം AV1 AV2 HDMI. ഇപ്പോൾ HDMI 2 കൊടുക്കുമ്പോൾ തന്നെ അവിടെ ബോക്സിൻ്റെ കാണിക്കുന്നുണ്ട്. അതായത് ഈ 0-19 നോ വാലിഡ് സെക്ടർ ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് 0-19 എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ ചെയ്യാത്ത ബോക്സാണ്. ഇപ്പോൾ ഞാൻ പുതിയ ബോക്സ് വെച്ച് കണക്ട് ചെയ്ത് നോക്കിയതാണ്, ജസ്റ്റ് ഒന്ന് സിഗ്നലും കാര്യങ്ങളും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ബോക്സും കാര്യങ്ങളും മാറ്റണം. അപ്പോൾ അവർക്ക് ബോക്സ് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലാറ്റസ്റ്റ് മോഡൽ ബോക്സാണ് വെച്ച് കൊടുത്തത്. അതുപോലെ തന്നെ ഇതിൽ ഇനിയിപ്പോൾ പിക്ചറും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൂഫും കാര്യങ്ങളും അയച്ചാൽ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ഇതിൽ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇൻസ്റ്റാളേഷൻ അപ്പോൾ ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. അപ്പം റീസെറ്റ് ചെയ്യണമെങ്കിൽ പിക്ചർ വരണമെന്നുണ്ടെങ്കിൽ അത് ആക്ടിവേഷൻ ആവണം. ഈ 0-17 നോ വാലിഡ് സെക്ടർ കാണിക്കുന്നത് ആക്ടിവേഷൻ ആവാത്ത ബോക്സ് ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ബോക്സ് ഇന്ന് നോ സർവീസ് ഈ 50-32 ആണ് കാണിച്ചിരുന്നത്. അതായത് സിഗ്നൽ കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്ത് നന്ദി. അപ്പോൾ ഇന്നത്തെ ഇതിൽ ബോക്സിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഇട്ടിരിക്കുന്നത്. താങ്ക് യു.